നമ്മളങ്ങനെ പിന്നെയും കറങ്ങി തിരിഞ്ഞ് മുതുമലയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസം അവധിയൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിത്തിരിയാമെന്ന് കരുതി നമ്മൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനുള്ള കാരണം ഇവിടെ കാണാൻ പറ്റുന്ന ആനിമൽ സൈറ്റിങ് തന്നെയാണ്. വെറുതെ ഒന്ന് ഈ റോഡിലൂടെ കറങ്ങിയാൽ പോലും ഇഷ്ടം പോലെ ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പറഞ്ഞു തീർന്നില്ല, ദേ നിൽക്കുന്നു കാടിനുള്ളിൽ ഒരു ആന. ആള് കുറച്ച് ദൂരെ കാടിനുള്ളിൽ മറിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കടുത്ത വേനലാണെങ്കിലും ഉച്ച കഴിഞ്ഞ് നല്ല മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് ചൂടിന് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെ പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനുകളൊന്നും അത്ര അധികമൊന്നും റോഡ് സൈഡിലില്ല. മഴക്കാല സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു പച്ചപ്പിനുള്ളിൽ ഇവരെ കാണാൻ പറ്റും. വേനലാണെങ്കിലും ഇവിടെ വൈബിന് ഒട്ടും കുറവൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് മുതുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയത് വൈകുന്നേരം ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മളിവിടെ പുള്ളിച്ചുണ്ടൻ താറാവിനെ കണ്ടേക്കാം കേട്ടോ. ശരിക്കും ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന താറാവിൻ്റെ അതേ ലുക്കാണ് ഇതിനും. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇതൊരെണ്ണമല്ല കേട്ടോ, അത് ഒരുപാട് ഇവിടെ ഇങ്ങനെ നീന്തി കളിച്ച് നടക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തിയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആനകളുടെ സൈറ്റിങ് വളരെയധികം കൂടുതലാണ്. എവിടെ തിരിഞ്ഞാലും ആനകളായിരുന്നു നമ്മൾ ഇത്തവണ വന്നപ്പോൾ. ഇതാ കണ്ടില്ലേ, മസനഗുഡി റൂട്ടിൽ കണ്ട ഒരു പിടിയാനയും കുട്ടിയാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് ഫുൾ പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇവർ ഉള്ളത് കഴിച്ച് തൃപ്തിപ്പെടാണ്. ആ കാണുന്ന ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലാട്ടോ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഷക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പച്ചപ്പായിരിക്കും. ഈ കാണുന്ന ഡ്രൈ ആയി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും പച്ചപ്പ് നിറഞ്ഞായിരിക്കും നിൽക്കുന്നത്. അപ്പോഴും കാണാൻ ഭംഗിയാണ്. ഇപ്പോൾ ആനിമൽ സൈറ്റിങ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ വന്നത്. അങ്ങനെ ആ ഒരു ഉണക്കമരത്തിൻ്റെ ചില്ലയൊക്കെ മറിച്ചിട്ട് തിന്നാനുള്ള പരിപാടിയിലാണ് ഈ ഒരു അമ്മയാനെയും കുട്ടിയാനെയും. എന്തായാലും അവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ, നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നത് ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞ ബേഡാണ് കേട്ടോ. കർണാടകയുടെ സംസ്ഥാന പക്ഷിയാണ്. ഇതിനെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇതൊന്ന് അനങ്ങാണ്ട് ഇരുന്ന് തന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിന് ഉൾപ്പെടുത്തിയത്. പിന്നെ ആളിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരുപാട് മാനുകളും ഇതുപോലെ മേഞ്ഞടക്കുന്നുണ്ട്. ഇവരെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഈ ഒരു മാനുകളെ കാണിക്കാത്തത്. അപ്പോൾ മുതുമലയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇന്ന് വൈകുന്നേരം കണ്ടത്. അപ്പോൾ മുതുമല മസനഗുഡി ഭാഗത്തെ വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്.